അപ്പോൾ തുടർച്ചയായ മൂന്നാം ദിവസം ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം തുടർച്ചയായ മൂന്നാമത്തെ ദിവസം നമുക്ക് ഇതുവരെ ഇന്ന് പരിശോധിച്ച സാമ്പിളുകളും നെഗറ്റീവാണ്. ഇന്ന് 12 സാമ്പിളുകളുടെ ഫലമാണ് ഇതുവരെ വന്നത്. അത് ആ 12 സാമ്പിളും നെഗറ്റീവാണ്. 5 സാമ്പിളുകളുടെ ഫലം അത് ഏതാനും ഒരു അരമണിക്കൂറിനുള്ളിൽ ആ ഫലം കൂടി നമുക്ക് ലഭ്യമാകും. അത് ആശ്വാസകരമാണ്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഐസൊലേഷനിലുള്ളവർ, ക്വാറന്റൈനിലുള്ളവർ നിർബന്ധമായിട്ടും ആ 21 ദിവസം ക്വാറന്റൈനിലായിരിക്കണം. ക്വാറന്റൈൻ ലംഘിക്കാൻ പാടില്ല. ആ പ്രോട്ടോക്കോളിന് വിരുദ്ധമായി അല്ലെങ്കിൽ മാനദണ്ഡത്തിന് വിരുദ്ധമായി ക്വാറന്റൈൻ ലംഘിച്ചാൽ അത് പൊതുജനാരോഗ്യ നിയമത്തിനെതിരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള നടപടികളും നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വരും. പക്ഷെ എല്ലാവരും അതിൽ സഹകരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇന്ന് 460 പേരാണ് കോണ്ടാക്ട് ലിസ്റ്റ്. 54 പേർ കൂടി പുതുതായിട്ട് വന്നിട്ടുണ്ട്. ആ 54 പേരെ കണ്ടെത്തിയത് CCTV ദൃശ്യങ്ങൾ സൂക്ഷ്മമായി CCTV ദൃശ്യങ്ങൾ ഇന്നലെയും അതിന്റെ തലേന്നുമായി എടുത്തിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കണ്ട ആളുകളെ ഐഡന്റിഫൈ ചെയ്തവരെ കൂടുതൽ ആളുകളെ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്ന് 460 പേരാണ് കോണ്ടാക്ട് ലിസ്റ്റിലുള്ളത്. അതിൽ 220 പേർ ഹൈ റിസ്ക് കോണ്ടാക്ട് ആണ്. ലോ റിസ്കിലുള്ളത് 240 പേരാണ്. ഹെൽത്ത് കെയർ വർക്കേഴ്സ് 145 പേരാണ്. ഇന്ന് പാണ്ടിക്കാടും ആനക്കയത്തും വീടുകളിൽ സർവേ നടത്തിയിരുന്നു. പാണ്ടിക്കാട് 6239 വീടുകളും ആനക്കയത്ത് 4869 വീടുകളുമാണ് ഇന്ന് സന്ദർശനം നടത്തിയത്. പാണ്ടിക്കാട് 6239, ആനക്കയത്ത് 4869. അപ്പോൾ ഇന്നലെയും ഇന്നും ഇന്നലെയുടെ തലേന്ന് ഉച്ച കഴിഞ്ഞുള്ള സമയവുമായി 18055 വീടുകൾ ഈ 2 പഞ്ചായത്തുകളിലുമായി നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ സർവേ നടത്തിയിട്ടുണ്ട്. അതിൽ 1014 പേർക്ക് പനിയുണ്ട് 18055 വീടുകൾ സന്ദർശിച്ചപ്പോൾ. പക്ഷേ അതിൽ 7 പേർക്ക് മാത്രമേ എപ്പിഡമോളജിക്കൽ ലിങ്ക് ഉള്ളൂ. അതായത് മോനുമായി നേരിട്ട് സമ്പർക്കത്തിലുള്ളവർ അല്ലെങ്കിൽ സമ്പർക്ക പട്ടികയിലുള്ളവർ 7 പേർ മാത്രമേ ഉള്ളൂ. ആ 7 പേരുടെയും സാമ്പിളുകൾ എടുക്കുകയും പരിശോധിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. ബാക്കിയുള്ളവർക്കൊക്കെ സാധാരണ വൈറൽ പനി, ഇനി അങ്ങനെ അല്ലാതെ സാമ്പിളുകൾ എടുക്കേണ്ടവരുണ്ടെങ്കിൽ അതും ഇതിന്റെ ഭാഗമായിട്ട് എടുക്കുന്നുണ്ട്. ഇന്ന് കൂടുതൽ ആളുകൾക്ക് സൈക്കോളജിക്കൽ പിന്തുണ, മാനസിക പിന്തുണ നൽകുന്നതിന് സാധിച്ചിട്ടുണ്ട്. 329 ആളുകളെയാണ് വിളിച്ചത്. തിരിച്ചു വിളിച്ചവരുമുണ്ട്. ഞങ്ങൾക്ക് ഈ രീതിയിൽ പേടിയുണ്ട്, ആശങ്കയുണ്ട് എന്ന് പറയുമ്പോൾ ആ രീതിയിൽ അവർക്ക് കൗൺസിലിംഗ് നൽകുന്നുണ്ട്. ടീച്ചേഴ്സിന് പ്രത്യേകമായി ആരോഗ്യ പ്രവർത്തകർ പ്രത്യേകമായിട്ടുള്ള ഒരു സെഷൻ എടുത്തിട്ടുണ്ട്. എന്താണ് നിപ്പയെ കുറിച്ചുള്ള പൊതുവായ അവബോധം സംബന്ധിച്ച്. ഈ പന്തല്ലൂർ സ്കൂൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഓൺലൈൻ പഠനം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് DD എഡ്യൂക്കേഷൻ ഈ യോഗത്തിൽ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം മറ്റു സ്കൂളുകളിൽ എത്താൻ കഴിയാത്ത കുട്ടികൾക്ക് വേണ്ടി അതാത് സ്കൂളുകൾ, അത് നമ്മുടെ സംസ്ഥാനത്തെ സ്റ്റേറ്റ് സിലബസിലുള്ള സ്കൂളുകളും CBSE സിലബസിലുള്ള സ്കൂളുകളും എല്ലാ സ്കൂളുകളും തന്നെ ഓൺലൈനായിട്ട് അവർക്ക് പ്രത്യേകമായിട്ട് സൗകര്യം ഒരുക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഓൺലൈൻ സൗകര്യം, ഓൺലൈൻ പഠനം ഏർപ്പെടുത്താം എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് DD ഈ മീറ്റിംഗിൽ അറിയിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ ഈ പ്രദേശങ്ങളിൽ കന്നുകാലി, ആട്, മറ്റു വളർത്തുമൃഗങ്ങൾ ഇവയുടെ സാമ്പിളുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ മൃഗങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈറസ് ബാധയുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റാണ് അത് എടുക്കുന്നത്. NIV പൂനെയുടെ ബാച്ച് സർവൈലൻസ് ടീം ഇന്ന് ഫീൽഡിൽ പോയിരുന്നു. അവര് ബാറ്റിന്റെ വവ്വാലുകളുടെ സാമ്പിളുകൾ ശേഖരിക്കും. ഈ ദിവസങ്ങളിൽ അത് നടക്കും. ആ സാമ്പിളുകൾ പരിശോധിച്ച് അതിൽ വൈറസിന്റെ സാന്നിധ്യമുണ്ടോ എന്നുള്ളത് പരിശോധിക്കും. വൈറസിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവയുടെ ജനിതക പരിശോധനയും നടത്തും. ഇതുകൂടാതെ ജില്ലാ പോലീസ് മേധാവി 2 കേസുകൾ എടുത്തിട്ടുണ്ട്. അത് സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ നിലയിലുള്ള പ്രചരണം നടത്തിയ ആളുകൾക്കെതിരെയാണ്. അതിൽ വാസ്തവത്തിൽ ഒരെണ്ണം ഈ ഒരു മോനെ അപമാനിക്കുന്ന നിലയിലുള്ള ഒരു
സമൂഹ മാധ്യമത്തിലെ പോസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംഭവങ്ങളിൽ ഇന്ന് കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പൊതുവിൽ നമ്മുടെ ഈ പുതിയ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവ് ആകുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇത് കൂടാതെ ഞാൻ നേരത്തെ ഇടയ്ക്ക് പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. അതായത് സമ്പർക്ക പട്ടികയിലുള്ളവർ ദയവായി അവരവരുടെ സുരക്ഷിതത്വത്തിനും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൻ്റെയും പൊതുജനാരോഗ്യവും കൂടി മുൻനിർത്തി 21 ദിവസമാണ് നമുക്ക് ആ ഒരു ഐസൊലേഷൻ പീരീഡ് ഉള്ളത്. ആ ഐസൊലേഷനിലായിരിക്കുക, അത് മാനദണ്ഡ പ്രകാരം തന്നെ ആ ഐസൊലേഷൻ ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.